വേറെ പലതുമാണ് നമ്മൾ കാണുന്നത്, ഈ കാര്യം കാണാറുമില്ല. അനുഭവത്തിൽ നമുക്ക് നോക്കാം. നമ്മൾ കുറെ പൃച്ഛ വരുന്ന സമയത്ത് ലേഖനെടുത്ത് നോക്കാം, അതാണോ ചോദിക്കുന്നതിന്റെ വിഷയം നോക്കിയാൽ മതി. ഒരു സത്യവുമില്ല, യാതൊരു സത്യവുമില്ല. എപ്പോ വേണേ നോക്കാം. ഗ്രഹനില ഉള്ളിടത്തോളം കാലം അത് നോക്കി പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല. അത് ഇതെല്ലാം ഓരോരുത്തരുടെ വെറും വിശ്വാസങ്ങളാണ്. 13-ാം നമ്പർ മുറി ഇല്ലാത്തതിന്റെ കാരണം പോലെ തന്നെ 12, 12A, പിന്നെ 14 ഉള്ളൂ. അതുപോലെ വെറും ശുദ്ധ ഇതാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ശനി എന്നിങ്ങനെയല്ലേ നമ്മൾ പറയണത്. ശനി വന്നുകൂടിയെന്ന് നോക്കണം. ആ വെറുപ്പ്, അതാണ്. ഇങ്ങർക്ക് വെറുപ്പുണ്ട്. എന്താണ് ഈ താൽക്കാലികമായ ഇതിൽ നിന്നെല്ലാം ഉള്ള അകൽച്ച, അതാണ് ഡിറ്റാച്ച്മെന്റ്, അതാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അതെല്ലാം വിട്ടു ഉയർന്ന തലത്തിലേക്ക് പോകുന്ന, അതാണ് ശനി. അത് മാറി മാറി ഇങ്ങനെയായി. അവസാനം ശനി കൊളരുതാത്തവനുമായി. അതുകൊണ്ടൊരു ഗുണമുണ്ട്. ശനിയാഴ്ച ദിവസം ശനിപ്രതിഷ്ഠകളുടെ അവിടെ നോക്കിയാൽ പൊട്ടുന്ന തേങ്ങ എത്രയാന്ന് നോക്കിയാൽ മതി. ഒരുത്തന് ജീവിതമായില്ലേ? നല്ല കോളാണ് ശനിക്ക്. ഏറ്റവും ആളുകൾ ഭയപ്പെടുന്നത് ആരെയാന്നുള്ളത് വ്യക്തം. ഗ്രഹങ്ങളെ അതിനുകൊണ്ട് ധാന്യങ്ങൾ അത് സാധാരണ ഉപയോഗിക്കുന്നത് കണക്ട് ചെയ്തിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർക്കും പറ്റിയ രീതിയിലുള്ള ഇത് ചെറിയ ബന്ധങ്ങളുണ്ട്. ഈ കാരകത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തരത്തിലാണ്. അതുമാതിരി രത്നങ്ങൾ ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഈ ഗ്രഹസംബന്ധമായ ദോഷം വരുന്ന കാലങ്ങളിൽ ആ ധാന്യങ്ങൾ, ആ രത്നങ്ങൾ, വസ്ത്രങ്ങൾ എല്ലാം ദാനം ചെയ്യാന്നാണ് പറയണത്. അപ്പൊ ദോഷം കുറയും എന്നാണ് ആഗ്രഹമാണ്. ദോഷമൊന്നും കുറയില്ല, ദോഷം അനുഭവിച്ചേ പറ്റൂ, യാതൊരു സംശയമില്ല. രോഗം വരേണ്ട കാലത്ത് രോഗം വന്നിരിക്കും. ചികിത്സിച്ചാൽ മാറും, ഇല്ലെങ്കിൽ ചത്തുപോകും. ഇത്ര തന്നെ. ഓ, നല്ല സമയത്ത് സിസേറിയൻ ചെയ്താൽ അങ്ങനെയുള്ള കുട്ടി കിട്ടും. പക്ഷെ അങ്ങനെ ഒരു സമയം കണ്ടുപിടിച്ചു തരാമോ? ഒരു ദോഷവുമില്ലാത്തൊരു സമയം പറ്റില്ല. ആകെ നോക്കണത് ആയില്യം, അയ്യോ വേണ്ട, ചിത്തിര, അയ്യോ വേണ്ട, ഇങ്ങനെ കുറെ അയ്യോ വേണ്ട എല്ലാം മാറ്റിയിട്ട് ബാക്കിയുള്ള നക്ഷത്രങ്ങൾ പറയും. അത്ര തന്നെ. ഇതാണ് നടക്കുന്നത്. ദോഷമൊക്കെ അനുഭവിച്ചിരിക്കും. എല്ലാ സമയത്തും ലോകത്തില് എപ്പോൾ ജനിക്കുകയാണെങ്കിലും കുറെ അനുകൂല ഫലങ്ങളും കുറെ പ്രതികൂല ഫലങ്ങളും, അങ്ങനെ ഒരു ബാലൻസ് പ്രകൃതിയിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ജനിച്ച എല്ലാവർക്കും നാശത്തിനുള്ള മാർഗങ്ങളും അപ്പം തന്നെയുണ്ട്. അയാൾ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റായിട്ട് ജീവിക്കും, ചിരഞ്ജീവിയായിട്ട്. പറ്റൂല. ഇതിനൊരു കംപ്ലീഷനുണ്ട്, സൃഷ്ടിയുണ്ട്, സ്ഥിതിയുണ്ട്, സംഹാരമുണ്ട്. ആ 3 അവസ്ഥകളിൽ കൂടി തന്നെ കടന്നു പോകണം. ഗ്രോത്ത്, സ്റ്റഡി സ്റ്റേറ്റ്, ഡെത്ത്, ഡിസ്ട്രക്ഷൻ. അത് വരണം. അത് പ്രകൃതി ചെയ്തിരിക്കും, തീർച്ചയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒക്കില്ല. രക്ഷപ്പെടുകയാണെങ്കിൽ ഇതിങ്ങനെ ഇരിക്കില്ലല്ലോ, ഇതിങ്ങനെ ചാക്രികമായിട്ട് വരില്ലല്ലോ. അതുകൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഒരു പക്ഷേ നമുക്കൊരല്പം നീട്ടിയേക്കാം. ഒരു മെഴ്സി പെറ്റീഷൻ കൊടുത്താൽ അല്പകാലം കൂടി എനിക്ക് ഒരു കുറച്ച് പൈസ കൂടെ കിട്ടാനുണ്ട്, അതുകൂടെ വാങ്ങിച്ചിട്ട് ഞാൻ വരാം എന്നൊക്കെ പറയാം. അല്ല, പണ്ട് ഒരാള് ഇങ്ങനെ തപസ് ചെയ്തത്രേ. കള്ളക്കഥകളാണ് കേട്ടോ എല്ലാം. ഇയാൾക്ക് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ 7ര ശനി എന്ന്. ഇതുമാതിരി ശനി ഉപദ്രവിക്കുന്ന കാലം എന്നാണ് പറയണത്. അയാൾ കേട്ടു. 7ര ശനി തുടങ്ങുക. ശനിയെ തപസ് ചെയ്തു. അയാൾ വലിയ ഇതൊക്കെ കഴിവൊക്കെ ഉള്ള ആളാണ്. ശനി വന്നു, എന്തു വേണം? എനിക്ക് 7ര ശനി വേണ്ട, അത് പറ്റില്ല, അത് നിവൃത്തിയില്ല, അനുഭവിച്ചേ പറ്റുള്ളൂ. 7ര വല്ലതും ഞാനിങ്ങനെ അനുഭവിക്കാൻ? എല്ലാവരും അനുഭവിക്കണം എന്ന് പറഞ്ഞു ശനി. അല്ല, എനിക്ക് 7.5 വർഷം പറ്റൂല, എനിക്ക് സമയം കുറച്ച് തരണം.
എത്ര സമയം? ഒരു മിനിറ്റ് മതി എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ്. അവസാനം പറഞ്ഞ് കൊടുത്ത് ഒരു 7 നാഴിക അനുഭവിക്കാവോ? ശരി, സമ്മതിച്ചു എന്ന് പറഞ്ഞു. അവസാനം വില പേശി അവസാനം തീരുമാനിച്ചു. അപ്പൊ എപ്പോൾ തുടങ്ങണം? പറഞ്ഞോളൂ. ഇപ്പൊ തന്നെ തുടങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ എന്നൊരു നിലവിളി കേൾക്കാം. ഒരു സ്ത്രീയുടെയാണ്. നോക്കിയപ്പോ കിണറ്റിൽ വെള്ളം കോരാവുന്ന ഭാര്യ ഇത് പോയി. അങ്ങനെ പിടിച്ചപ്പോഴത്തേക്കും കാല് തെറ്റി താഴെ വീണു. ഇയാൾ ഓടിപ്പോയി നോക്കിയപ്പോഴത്തേ ഇതാണ്. പിന്നെ കയറിട്ട് കൊടുക്കണം ആലോചിച്ചോണ്ടിരിക്കണം. വീട് തീ പിടിക്കുന്നു. ചുരുക്കത്തില് ഏതാനും 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നാമാവശേഷമായി. എല്ലാം തൊലഞ്ഞു. ഇയാൾ മാത്രമായിട്ടിരുന്നു. പിന്നെ ഇയാൾക്ക് ആകപ്പാട് തോന്നിക്കൊള്ളാം വിദ്വാൻ, ഞാനും ചെയ്ത മണ്ടത്തരം എപ്പോഴാണ് മനസ്സിലായത്. ഇതെല്ലാം കൂടി ഒരുമിച്ചറിയിക്കുന്നത് കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ടായിരുന്നു നല്ലത്. കാരണം ഒരു ദോഷകാലം വരുമ്പോഴേ ഇനി 4 വർഷം ദോഷമാണ്. അതിലാദ്യം 1 മാസം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ശീലമായിക്കോളുന്നു. അതുകൊണ്ട് അങ്ങനെ ശീലിക്കും. അതുപോലെ ഉള്ളൊരു മെച്ചം കൊടുക്കുന്നതിന് പോയാൽ എല്ലാം കൂടെ ഒരുമിച്ചായിപ്പോയി. അപ്പൊ മനസ്സിലായി ഇത് അതിന്റെ രീതിയിൽ തന്നെ അങ്ങ് പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്നൊരു കഥ പറയും. അതുപോലെ ഈ ദോഷം നല്ല കാലങ്ങളെ പറ്റിയുണ്ടല്ലോ കഥകൾ കുറവാണ്. അതാണ് നോട്ട് ചെയ്യേണ്ടത്. ദോഷങ്ങളെ പറ്റിയാണ് കൂടുതൽ ചിന്ത. ഇത് മനുഷ്യന്റെ ആങ്സൈറ്റി, നാളെ എന്തു സംഭവിക്കും ദൈവമേ എന്നുള്ള ഒരു ഭീതി ഉള്ളിലുണ്ട്. സ്വാഭാവികം. മരണമുണ്ട് എന്നുള്ളത് കണ്ടു കഴിഞ്ഞു. മരണമുണ്ടെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് മരിക്കുമോ, അതോ നമുക്ക് വല്ല അപകടം പറ്റുമോ, രോഗം വരുമോ, ഇങ്ങനെ നമുക്ക് ഭയമാണ്. നമ്മളെ എതിർക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് ധാരാളമുണ്ട്. നമ്മൾ അതിലാ ജീവിക്കുന്നത്. ഈ വായുവിലെ ഇല്ലാത്ത രോഗാണുക്കളൊന്നുമില്ലല്ലോ. പക്ഷെ നമുക്കിതൊന്നും വരുന്നില്ല. എല്ലാവർക്കും വരുന്നില്ലല്ലോ. ചിലർക്ക് വരികയും ചെയ്യുന്നു. എന്താ നമുക്ക് വരാത്തത്? നമുക്കതിനെ പ്രതിരോധിക്കാനുള്ളൊരു വകുപ്പ് നമ്മുടെ ബിൽറ്റിൻ ബോഡി തന്നെ കൊടുത്തിട്ടുണ്ട്. രോഗങ്ങൾക്കുള്ള പ്രതിരോധം നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്. നമ്മുടെ ചുറ്റുപാടിൽ അതിന്റെ മരുന്നുകൾ കാണും എന്നാണ് ആയുർവേദ വിദ്വാൻമാർ പറയുന്നത്. ഒരു നാട്ടിൽ ഉണ്ടാകുന്ന ചില നാടുകളിൽ പ്രത്യേകിച്ച് ചില രോഗങ്ങളൊക്കെ വരും. അതിനുള്ള പ്രത്യേക ഔഷധം അവിടെ തന്നെ കാണുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ബാലൻസ് ചെയ്തിട്ടാണ് പ്രകൃതിയിരിക്കുന്നത്. അത് നമ്മൾ തപ്പി കണ്ടെത്തിയാൽ നമ്മൾ ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാം. അതുപോലെ ദോഷാവസ്ഥകൾ കാണുകയാണെങ്കിൽ അതിനുള്ളതുകൊണ്ട് നമ്മൾ തപ്പി കണ്ടുപിടിക്കണം. അതാണ് പ്രതിരോധ ശക്തി ശരീരത്തിലുണ്ട്. അത് ചിലപ്പോൾ തേയ്മാനം കൊണ്ടോ അല്ലെങ്കിൽ ഫോൾട്ടി ഫങ്ഷനിങ് കൊണ്ടോ അങ്ങനെ പ്രവർത്തനക്ഷമം അല്ലാതിരിക്കാം. അതിനെ പ്രവർത്തനക്ഷമമാക്കുക മാത്രമാണ് ഈ മരുന്ന് കൊടുക്കുന്ന വൈദ്യം ചെയ്യുന്നത്. താൻ രോഗത്തെ മാറ്റാൻ നോക്കണ്ട. രോഗത്തിന് ഉള്ള പ്രതിരോധ ശക്തിയുണ്ട് ശരീരത്തിന്. ആ മെക്കാനിസം ഒന്ന് ആക്ടിവേറ്റ് ചെയ്താൽ മതി. ഇതാണ് അവരുടെ സിദ്ധാന്തം. അതാ ചെയ്യേണ്ടത്. അത് പൂർണ്ണമായിട്ട് ശരിയാന്ന് ഞാൻ പറയാനില്ല. ചില രോഗങ്ങൾ അങ്ങനെയാ. ഈ പ്രതിരോധ ശക്തിയുടെ കാര്യമല്ല, വൈറൽ അറ്റാക്ക് വരുന്നു, പുറമേ നിന്നുള്ള ബാഹ്യമായ അറ്റാക്ക് വരുന്നു, ബാധകൾ എന്ന് പറയാം. അങ്ങനെ വരുന്നതിനെ അതിനെ ഇല്ലായ്മ ചെയ്താലേ പറ്റുള്ളൂ. അതിനെ നശിപ്പിച്ച് കളഞ്ഞാലേ പറ്റുള്ളൂ. അതിനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അതിന് പാർശ്വഫലം വരാനും പാടില്ല. ഇതൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കൂടുതൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളുടെ അറിവുകൾ വളരുമ്പോൾ നമ്മളുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു. ഹെൽത്തി ആയിട്ട് കൂടുതൽ കാലം ജീവിക്കാൻ നമുക്ക് കഴിയുന്നു. മനുഷ്യൻ ആയുസ് കൂട്ടി. മറ്റുള്ള മൃഗങ്ങൾ വംശനാശം അനുഭവിച്ചപ്പോൾ മനുഷ്യൻ ഭൂമിയുടെ ആധിപത്യം കയ്യിലെടുത്തോണ്ടിരിക്കുകയാണ്. കാരണം അയാൾക്ക് ഈ കാണുന്ന ഇമ്പൾസ് കൊണ്ട് അറിയുന്ന ഒരു കുട്ടി ജനിക്കുമ്പോഴേ അതിന് പാല് കുടിക്കാൻ അതിനെ പ്രത്യേകം പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. സ്വയം അത് ചെയ്യുന്നില്ലേ? ഒരു പശുക്കുട്ടി വീണ് കഴിയുമ്പോൾ നടന്ന് അതിന് കൃത്യം ഇന്ന സ്ഥലത്ത് പാല് കിട്ടുന്നുള്ളത് അതിന് എങ്ങനെ അറിയാം? നൈസർഗികമായിട്ട് കുറെ ബിൽറ്റിൻ കാര്യങ്ങളുണ്ട്. അത് ക്രമേണ അതങ്ങ് വർദ്ധിപ്പിക്കും. അത് വർദ്ധിപ്പിക്കുകയും ബുദ്ധി ശരിക്ക് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് തൊട്ടടുത്തുള്ള നേരിട്ട് ദൃശ്യമായ കാര്യങ്ങളല്ല, അദൃശ്യമായ കാര്യങ്ങളെ പറ്റിയും നമുക്ക് അറിവുണ്ടാകുന്നു. ചൊവ്വയിലേക്ക് അതാണ് ദൗത്യം പോയത്. ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിലേക്ക് നമ്മൾ ഇവിടുന്ന് പറഞ്ഞയച്ചില്ലേ? അവിടുത്തെ ഇൻഫർമേഷൻ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. പരോക്ഷമായിട്ട് നമുക്ക് ആ ഇൻഫർമേഷൻ ഇവിടെ എത്തിക്കാനുള്ള മാർഗങ്ങൾ. സൂര്യന്റെ കോമ്പസിഷൻ എന്താന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പറയാൻ പറ്റും. ഇന്ന ഗ്രഹത്തിന്റെ അവിടെ ഏതെല്ലാം സാധനങ്ങളുണ്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും. ഇതൊക്കെ മനുഷ്യന്റെ കഴിവുകളാണ്.
വെറുതെ ഇരുന്നിട്ട് കിട്ടിയതല്ല, പ്രയത്നം കൊണ്ട് കിട്ടിയതാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ ഇവിടെ ആധിപത്യം സ്ഥാപിക്കുന്നത്. അതും ഒരു ശാപമാവില്ലേ? ആവും. അത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തന്നെ വരുത്തി വെച്ച ദുരന്തമുണ്ട്. ഈ ഭൂമിയുടെ ആ നല്ല സുന്ദരമായ മനോഹരമായ ആസ്വാദ്യമായ ആ അന്തരീക്ഷം മുഴുവൻ നമ്മൾ മലിനമാക്കുകയല്ലേ. ഒരുപക്ഷെ നമുക്ക് സംശയിക്കണം, ഈ വേദം അതാണ് ഇതിന്റെ ഉൽപ്പത്തി, എല്ലാത്തിന്റെ ഉൽപ്പത്തി, അതിനകത്ത് എല്ലാം ഉണ്ടെന്നൊക്കെ പറയുന്ന ചുമ്മാ ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട് നമ്മൾ. ഈ പറഞ്ഞ ദേവതകൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? മിക്കവാറും കാണുന്നത് ഈ കാണുന്ന പ്രകൃതി ശക്തികളെയാണ്. ജലം, നദി, അഗ്നി, വായു എന്നൊക്കെ പറയുന്നത് ദേവതകളാണെന്ന് പറയുന്നു. ദേവതകളെ പോലെ വയ്ക്കണം എന്നാണ്. അതിനെ എന്താണ് ബഹുമാനത്തോടെ ശുദ്ധിയോടെ വയ്ക്കണം എന്നാണ്. പിന്നീട് അതൊക്കെ മാറിപ്പോയി. വായുവിനൊരു ഒരു കലാകാരൻ ഒരു രൂപം കൊടുത്തു, അതിനെ നന്നാക്കാൻ അയാൾക്കൊരു വേഷം കൊടുത്തു, ഒരു വണ്ടി വാങ്ങിച്ചു കൊടുത്തു, വാഹനം, ഇങ്ങനെയൊക്കെ ആക്കി ദേവതകളൊക്കെ മറ്റെന്തൊക്കെ ആയിപ്പോയതല്ലേ വേദം? എന്നാൽ വേദം എന്ന് വെച്ചാൽ അറിവെന്നാണ് അർത്ഥം. അറിയേണ്ട കാര്യങ്ങളാണ്. ഇപ്പോ അതെന്താണെന്നറിയാതെ ഒരു നല്ലൊരു ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റിന്റെ കൈ കിട്ടിയാൽ ഞാനത് വെച്ചോണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയുള്ളൂ. 4 പേരെ കാണിക്കുന്നതാ ഇങ്ങനൊരു സാധനമുണ്ട്, എങ്ങനെ ഉപയോഗിക്കുന്നത് അതറിയില്ല. അതുപോലെയാ ഒരു കാലത്ത് ഇപ്പോൾ ഉള്ള ലോകം എന്തെങ്കിലും ഒരു സ്റ്റാർ വാർ വരികയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടിച്ച് എല്ലാം കൂടെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ബാക്കി അവശേഷിക്കുന്നത് ഇത്തരം ജ്ഞാനങ്ങളൊന്നും ഇല്ലാതെ ഉള്ള കുറെ റിലീക്സ് മാത്രമായിരിക്കും കിട്ടുക. അതിനകത്തുനിന്നൊരു പുസ്തകം കിട്ടി ഇയാളുടെ കയ്യിൽ, അയാൾക്ക് എന്ത് മനസ്സിലാവും? കാട്ടിലോ ഇതൊന്നും അറിയാതെ, ഈ സംസ്കാരമൊന്നും അറിയാതെ, ഈ ആധുനിക വിജ്ഞാനം അറിയാതെ ഒരാളിനായിരിക്കും കിട്ടുക. അവരായിരിക്കും അടുത്ത ജനറേഷനെ വളർത്തിയെടുക്കുന്നത്. അങ്ങനെയുള്ള ആള് ഇത് നോക്കിക്കഴിഞ്ഞാൽ അയാൾ ഈ പുസ്തകം വെച്ചിട്ട് അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഒരു ഇതായിരിക്കാം ഈ വേദം എന്ന് പറയുന്നതും നമുക്കറിയില്ല. ബ്രഹ്മാവിന്റെ സങ്കല്പം അതാണ്. എല്ലാ വിദ്യകളും ഒഴുകുന്ന ബ്രഹ്മാവിന്റെ മുഖത്തിൽ നിന്നാണെന്നാ പറയുന്നത്. അത് 4 മുഖം വെച്ചിട്ടുണ്ടല്ലോ, നാൻമുഖൻ എന്നല്ലേ. അതെന്തിനാ? ന്യൂസ് എന്ന് പറയില്ലേ, നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ്, അതാണ് ന്യൂസ്. 4 ദിക്കും അങ്ങനെയാണ്, 4 ദിശകളിലേക്ക് 4 മുഖം വച്ചിരിക്കുന്നതെന്നും ഇത് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആണെന്നും ഒരു സങ്കല്പമുണ്ട്. എപ്പോഴും വന്ന് ചോദിക്കുന്നത് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചോദിക്കാനാ പറയണത്. എല്ലാ കർമ്മങ്ങളും അവസാനം ബ്രഹ്മാർപ്പണമാണ്. അതിനകത്താണ് സേവ് ചെയ്യണത്. സൂപ്പർ കമ്പ്യൂട്ടർ ഇപ്പൊക്കോളും. വരുംകാലത്തുള്ള ലോകം ഒരുപക്ഷെ അങ്ങനെയായിട്ട് മാറും. അങ്ങനെ എന്ത് വേണമെങ്കിൽ ഇപ്പൊ നോക്കിക്കൊള്ളണം. ഈ പൂജകളൊക്കെ ചെയ്യണത് ഇന്റർനെറ്റ് എടുത്താൽ മതി, കിട്ടും. എന്ത് പൂജ വേണമെങ്കിലും ക്ലീൻ. ഭാവിയിൽ അതാണ് വരാൻ പോണത്. പുസ്തകങ്ങൾ എന്നുള്ളത് പോവും, ഇതൊന്നും വേണ്ട. ഇവിടെ എല്ലാം ബ്രഹ്മാവില് ശ്രുതി മാത്രം മതി. അങ്ങനെയാണ്. പണ്ട് ഈ എഴുതുന്ന സമ്പ്രദായം വളരെ കുറവാണ്. കേട്ട് പഠിക്കുക എന്നുള്ളതാണ്. കേട്ട് കേട്ട് തന്നെ പഠിക്കുക. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന അതിലേക്കാണ്. ബുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ കുറഞ്ഞു കഴിഞ്ഞു വളരെയധികം. എല്ലാവരും പുതിയ കുട്ടികളെ നോക്കണം. നമ്മൾ പഠിച്ച മാതിരിയാണോ 1-ാം പാഠം 2-ാം പാഠം ഒക്കെ കടിച്ചു പിടിച്ച് ഒക്കെ എടുത്ത് ഇങ്ങനെ പഠിക്കുന്ന കാര്യമില്ല. എല്ലാം ഇവിടെ കിട്ടും. ആ പുതിയ അവരുടെ കഴിവ് നോക്കണം. നമുക്ക് ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ എത്ര ഫാസ്റ്റായിട്ടാണ് അവർ ചെയ്യണത്. അത്ഭുതം തോന്നിപ്പോകും. എങ്ങനെ ഇത് പഠിച്ചു? എങ്ങനെയോ പഠിച്ചു. നമ്മൾ വിചാരിച്ചാലും പറ്റൂല. അങ്ങനെ കഴിവുകൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ചൈൽഡ് ഈസ് ഫാദർ ഓഫ് ദ മാൻ. വരുന്ന തലമുറ ഇതിനേക്കാൾ ഫാസ്റ്റായിരിക്കും. അങ്ങനെ സംസ്കാരം വളർന്നു വരുമ്പോഴേ ഒരു വലിയ സംസ്കാരം വരാം. അങ്ങനെയുള്ളവർ ഒരു പക്ഷേ ഈ പറഞ്ഞ വേദത്തിനും പുതിയ ഒരർത്ഥവും യഥാർത്ഥ അർത്ഥവും ഒരുപക്ഷെ അവർ തന്നേക്കാം. ഒരു സംസ്കാരം ഉണ്ടായിരുന്നു, അത് നശിക്കും. ഉണ്ടാകുന്നതെല്ലാം ഉണ്ടാവും, നശിക്കും. മന്ദിർ ഗിർത്ത ഫിർ ബെനിജാത്ത ഇല്ലൊരു പാട്ടില്ലേ, അത് തന്നെ. അതുപോലെ തിരമാലകളെ പോലെ അടിക്കും ഇറങ്ങും, അടിക്കും ഇറങ്ങും. ഇത് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു സംസ്കാരം നമ്മളിങ്ങനെ വളർത്തി അങ്ങ് പോവുകയാണ് വളരെ ഫാസ്റ്റായിട്ട്. അധികം കൊല്ലങ്ങളൊന്നും ആയിട്ടില്ല. കഴിഞ്ഞൊരു 100 വർഷം അല്ലെങ്കിൽ 150 വർഷം ആയിട്ടുള്ളൂ ഈ ചാട്ടം. അതും അടുത്ത കാലത്ത് വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. നമുക്ക് ജീവിക്കണമെങ്കിൽ തന്നെ, അതിനോട് ഒത്തുപോകണമെങ്കിൽ തന്നെ ഭയങ്കര വേഗത്തിൽ ഓടിയാലേ പറ്റുള്ളൂ. അതാണ് അവസ്ഥ. അതെ 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 അതെ. ഇതൊക്കെ ഇതിനപ്പുറത്തോട്ട് പോകും ഇനി. ഇപ്പോ ലോകം വളരെ ചെറുതായി, വളരെ ചെറുതായി. നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന തരത്തിലായി. മറ്റങ്ങനെയല്ല. ഇവിടെ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഒരു കാലം. അതൊക്കെ പോയി എത്ര ഫാസ്റ്റായി. അതാണ് പറയണത് കലിയുഗം
എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഏറ്റവും ചെറിയ യുഗം എന്ന് പറയുന്നത് കലിയുഗമാണ്. ആ കലിയുഗത്തിൽ എല്ലാം കുറവായിരിക്കും, പക്ഷേ വളരെ ഫാസ്റ്റാണ്. ഇവിടെ എന്താ അത് പറയുന്നത് വേറൊരു തരത്തിലാണ്. കലിയുഗത്തിൽ ഒരു നാമം ജപിച്ചാൽ മതി മോക്ഷം കിട്ടും. ത്രേതായുഗത്തിൽ 1000 കൊല്ലം തപസ് ചെയ്താലാണ് ദൈവം ഒന്ന് കനിയുക എന്ന് പറയും. സംഗതി ദൈവം കനിയുന്നതല്ല, നമുക്ക് വളരെ അത്ര സൂപ്പർ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഇത് നമുക്ക് കിട്ടുമെന്നാണ്. കലിയുഗം അങ്ങനെ സിദ്ധിയുടെയാണ്. അതുകൊണ്ടൊരു കവി പാടിയിട്ടുകൊണ്ട് അങ്ങനെ കലിയുഗത്തിലൊരു നാമം ജപിച്ചാൽ പോലും മോക്ഷം കിട്ടുന്ന ആ കലിയുഗത്തിലൊരു പുൽക്കടിയായിട്ടെങ്കിലും എനിക്ക് ജനിക്കണമെന്ന്. പക്ഷെ നമ്മുടെ ചില ഈ ജ്യോതിഷ ഗ്രന്ഥങ്ങളിലൊക്കെ മറിച്ചാ പറയണം. അത് പറയണ കേട്ടാൽ നമുക്ക് സമ്മതിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോ നല്ല സമയം കണ്ടെടുക്കുമ്പോൾ നല്ല സമയം, പൂർണ്ണമായി നല്ല സമയം കിട്ടാൻ പ്രയാസമാണ്. വിശേഷിച്ച് കലിയുഗത്തിലെ മനുഷ്യന് പൂർണ്ണമായി ശുഭത്വമുള്ള ഒന്നും കിട്ടൂല എന്ന് അങ്ങനെ പുച്ഛിക്കുകയാണ്. ഇതൊക്കെ വലിയ അർത്ഥഗർഭമാണ്. ഇതാണ് കലിയുഗത്തിലെ മനുഷ്യന് ഇത് സാധിക്കുമോ? വേറൊന്നും കൂടെ പറയും. ജാതകത്തിന്റെ പർപ്പസ് എന്താന്ന്? ആയുശ്ച ലോകയാത്രാച ദ്വേ ശാസ്ത്രേസ്മിൻ പ്രയോജനെ. ആയുസ് നിർണയിക്കുക, അതിലെ അനുഭവങ്ങൾ പറയുക. ഇത് രണ്ടുമാണ് ഈ ശാസ്ത്രം കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത്. ഇത് പറയാൻ കോന് ശക്നോതി, ആർക്ക് പറ്റും? വസിഷ്ഠോ വാ ബൃഹസ്പതി, വസിഷ്ഠനും ബൃഹസ്പതിക്കും പോലും സാധിക്കില്ലാത്ര ഇത് രണ്ടും. ഈ ശാസ്ത്രം കൊണ്ട് രണ്ട് പ്രയോജനം ഇതാണ്. ഇത് രണ്ടും കൃത്യമായിട്ട് പ്രതിപാദിക്കാൻ വലിയ ഋഷിമാർക്ക് പോലും സാധിക്കില്ല. കിം പുനർ മനുജാസ്താത്ര, പിന്നെയാണോ ഈ മനുഷ്യൻ? എന്നിട്ടാണ് പിന്നൊരടി. വിശേഷാത്തു കലൗയുഗേ, അതും കലിയുഗത്തിലെ മനുഷ്യൻ. ഇത്ര തള്ളിക്കളയണോ? സാധിക്കുമെങ്കിൽ കലിയുഗത്തിലെ മനുഷ്യന് മാത്രമേ സാധിക്കുള്ളൂ. അതെ, അവർ ജീവിച്ചിരുന്ന കാലത്തേക്കാൾ എത്രയോ പുരോഗമിച്ചവരാണ്. നാളത്തെ തലമുറ ഇതിലും ഇതായിരിക്കും, അവർക്കേ പറ്റുള്ളൂ. അങ്ങനെ കഴിഞ്ഞിട്ടൊരു പക്ഷേ ഈ സംസ്കാരമെല്ലാം നശിച്ചു പോയേക്കാം. അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത് എപ്പോഴും. അങ്ങനെ പോയാലും വീണ്ടും അതുണ്ടാവും. യഥാർത്ഥ നാശം ഉണ്ടാവില്ല, അറിവിന് നാശം ഉണ്ടാവില്ല എന്നാണ് ഒരു സങ്കല്പം. അങ്ങനെ ചാക്രികമായിട്ട് ഇത് പൊയ്ക്കോളും, മാറി മാറി വന്നുകൊണ്ടിരിക്കും. കേട്ടോ? അപ്പോൾ ഈ കാരകത്വങ്ങളെക്കുറിച്ചും ഈ ഭാവങ്ങൾ ഓരോന്നും സൂചിപ്പിക്കുന്ന സംഗതിയെക്കുറിച്ച് നമുക്കറിയണം. അതിന് അല്പം മുമ്പായിട്ട് ഒരു പുതിയ പുസ്തകത്തിന്റെ കാര്യം ഇഷ്ടമുണ്ട് വാങ്ങിക്കാം. ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും പുസ്തകത്തിന്റെ പേര് പറഞ്ഞാൽ ഉടനെ അവിടെ പോയി വാങ്ങിക്കണമെന്നില്ല. പുസ്തകം ഇവിടെയുണ്ട്, എടുത്തു മറിച്ച് നോക്കുക. അതിൽ അവിടെ ഇവിടെ നമ്മൾ പഠിക്കുന്നത് പുസ്തകമല്ല, ഒരു പുസ്തകത്തിലെ കുറെ ചാപ്റ്റേഴ്സ്. ഇങ്ങനെയല്ല. ഇവിടെ പല അസ്ട്രോളജി ഡിഗ്രി എളുപ്പം കിട്ടും കേട്ടോ, വളരെ എളുപ്പം. ജ്യോതിഷയെ പഠിക്കണ്ട, കുറെ പുസ്തകങ്ങളുണ്ട്, അതിൽ ഇത്ര പേജ് മുതൽ ഇത്ര പേജ് വരെ എന്നാണ്. പക്ഷെ വിഷയം അറിയില്ല, അത് മാത്രം. നമ്മൾ മറിച്ചാണ്, ഒരു പുസ്തകത്തിൽ ഒതുങ്ങുന്നതല്ല, ഈ വിഷയത്തെ പറ്റിയാണ് നമ്മൾ സമഗ്രമായിട്ട് നോക്കുന്നത്. ഒരു പക്ഷേ ഞാൻ ഈ പറയുന്ന പുസ്തകങ്ങളിൽ ഒന്നിൽ പോലും ഈ പറഞ്ഞ രാശിയുടെ കൺസെപ്റ്റ് പറഞ്ഞിട്ടില്ല. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ദോഷം ജ്യോതിഷത്തിന് വന്നത്. ഇത് പറയണമായിരുന്നു. ഇത് പറയാത്തത് കൊണ്ടാണ് രാശി എന്താന്ന് പോലും ആർക്കും അറിയാത്തത്. അതുകൊണ്ട് പലപ്പോഴും പറയും, ഇയാള് എന്താണ് കുംഭലഗ്നത്തിൽ ജനിച്ചു, ഇയാള് അതിന്റെ വേഷം, അതിന്റെ രൂപം പറയും, കുടവും കൊണ്ട് നടക്കുന്നവനാണ് എന്ന് പറയും. അത് മേടത്തിൽ ജനിച്ചു, ആടിനെ പോലെ ആയിരിക്കും. ഇങ്ങനെയൊക്കെ. വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചു, അയാൾ തേളിനെ പോലെ ആയിരിക്കും. എവിടുന്നാ തേള് വന്നതെന്ന് കണ്ടില്ലേ? ഇതൊക്കെ പ്രതീകം വെച്ചപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടാണ്. എന്താണ് രാശി എന്നറിയുന്നില്ല, അതുകൊണ്ട് വന്ന കുഴപ്പങ്ങളാണ്. അത് പറയേണ്ടതായിരുന്നു. എന്തുകൊണ്ട് പറഞ്ഞില്ല? സംഗതി വ്യക്തം. ഈ എഴുതിയിട്ടിരിക്കുന്ന ഗ്രന്ഥകാരന്മാരാരും ഇതിന്റെ തത്വം എന്തെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ എവിടുന്ന് കിട്ടി? എവിടുന്നോ പകർത്തി വെച്ച് കാണും. അപ്പോഴാണ് ഈ കുഴപ്പം വന്നത്. ശരിയായിട്ട് ജ്ഞാനമുള്ളവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവണമല്ലോ. അല്ലെങ്കിൽ ഈ അജ്ഞതയിൽ കൂടി മാറി മാറിയാണ് ഈ ജ്ഞാനത്തിലേക്ക് എത്തിയത് എന്നും പറയാം. പക്ഷെ വളരെ ആക്യുറേറ്റ് ആയിട്ട് പലതും പറഞ്ഞിട്ടുണ്ട് ഇവര്. അപ്പൊ ഇതിന് മുമ്പ് തന്നെ കുറെ പേർക്ക് ഇത് മനസ്സിലായിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. അതിന് ഇങ്ങനെയുള്ള മാറ്റം വന്നു. യാത്ര ചെയ്ത് കഴിയുമ്പോൾ അതിൽ ചെളിയും ഒക്കെ ധാരാളം തെറിക്കും, അതുമൊക്കെ ധാരാളമുണ്ട്. അങ്ങനെ
യഥാർത്ഥ ജ്ഞാനം നമുക്ക് കിട്ടണമെങ്കിൽ ഇതിനെപ്പറ്റി നല്ല ബോധം ഉണ്ടാവണം. അവസാനം ഇതിന്റെ എല്ലാം കാരണം എന്തുകൊണ്ട് ഇതിന് കാരകത്വം കൊടുത്തു എന്നുള്ളതും നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ഉദാഹരണം ഒന്നിതാണ്, ഈ ആധിപത്യം കൊടുത്തിരിക്കുന്നതിന്റെ ഒരു സംഗതി അതിന്റെ പുറകിലുണ്ടെന്നുള്ളത് തീർച്ചയാണ്. ഗ്രഹങ്ങളുടെ വേഗതയുടെ ക്രമം ആണ് വളരെ സ്പഷ്ടമായിട്ട് വരുന്നത്. ഏറ്റവും വേഗം കൂടിയ ഗ്രഹം ചന്ദ്രനാണ്. അടുത്ത വേഗം സ്വല്പം കൂടെ കുറവാണ് ബുധന്, അതിലും കുറവ് ശുക്രൻ, അതിലും കുറവ് സൂര്യൻ, പിന്നെ ചൊവ്വ, പിന്നെ വ്യാഴം, ഏറ്റവും സാവധാനത്തിൽ പോകുന്ന മന്ദൻ ശനി. ഈ ക്രമമാണ് ഇവിടെ. ഇത് സൂര്യനും ചന്ദ്രനും ഓരോ രാശികളേ ഉള്ളൂ രണ്ടുപേർക്കും. കർക്കിടകൻ രാശിയുടെ ആധിപത്യം മാത്രമേ ചന്ദ്രനുള്ളൂ. അതുപോലെ ചിങ്ങൻ രാശിയുടെ ആധിപത്യം മാത്രമേ സൂര്യനുള്ളൂ. ബാക്കി അത് കഴിഞ്ഞിട്ടോ നോക്കിയാണോ അധിപന്മാര്? ചന്ദ്രൻ കഴിഞ്ഞിട്ട് ബുധൻ, ശുക്രൻ, കുജൻ, വ്യാഴം, ശനി. അത് തന്നെയാണ് ഇവിടെ. ബുധൻ, ശുക്രൻ, കുജൻ, വ്യാഴം, ശനി. സിമെട്രിക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഈ ക്രമം എന്തുകൊണ്ട് കൊടുത്തു? തീർച്ചയായിട്ടും ഇതിന്റെ ക്രമം ഈ വേഗതയുടെ ക്രമമാണ്. ഇത് നമ്മൾ പല സ്ഥലത്തും ഇത് കാണും, ഈ വേഗതയുടെ ക്രമം. അപ്പൊ അത് വെറുതെ വന്നതാ, യാദൃച്ഛികമായിട്ട് വന്നതൊന്നുമല്ല അങ്ങനെ. അപ്പൊ ഈ ആധിപത്യം കൊടുത്തിരിക്കുന്നതിന്റെ പുറകില് തീർച്ചയായിട്ടും ഒരു നല്ല ബ്രെയിൻ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അനുമാനിക്കാൻ പറ്റും. ഇത് പല സ്ഥലങ്ങളിലും ഈ വേഗതയുടെ ക്രമം നമുക്ക് അനുഭവത്തിൽ വരാം. ആഴ്ചക്രമം വെച്ചിരിക്കുന്നതിന്റെ പുറകിലും ഇത് തന്നെയാണ് ക്രമം. ഇതേ ക്രമത്തിനാണ് എന്നുവെച്ചാൽ എന്താണ് ഈ ക്രമത്തിന് ആഴ്ചകൾ പറഞ്ഞെന്നല്ല, മറ്റൊരു ക്രമം. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഗണിതത്തിൽ നിന്നാണ് ഓരോ വാരവും വെച്ചിരിക്കുന്നത്. ഞായർ, തിങ്കൾ എന്നുള്ളത് ഓരോ ഗ്രഹത്തിനും വെച്ചിരിക്കുന്നത്. അവിടെയെല്ലാം ഇതേ ക്രമത്തിന്റെ കളിയാണ് ഇരിക്കുന്നത്. അങ്ങനെ എവിടെയും അവിടെ ഒരു പുറകില് ഒരു നിയമം പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാം. നിയമം നമുക്ക് മനസ്സിലായില്ലായിരിക്കാം ഇപ്പോൾ, നാളെ നമ്മൾ കണ്ടുപിടിക്കില്ല എന്നില്ലല്ലോ. ഈ ക്രമമുണ്ട്, അതുകൊണ്ട് ഇത് തള്ളിക്കളയേണ്ടതല്ല. പലപ്പോഴും പറയണ മാതിരി ഇതൊക്കെ അന്ധവിശ്വാസം. ഈ വിട്ടിത്തരം ആർക്കും പറയാം, സൂര്യനെ നോക്കി പട്ടി കുരയ്ക്കുന്ന പോലെ. അത് ആദ്യം മനസ്സിലാക്കാൻ നോക്കണം. അതിൽ വല്ലതും ഉണ്ടോ കഴിവ്? ഇല്ല എന്ന് തീർച്ചയാക്കിയാൽ വലിച്ചു കളയാം, ഒരു സംശയമില്ല. അങ്ങനെ ഇല്ലാന്നാക്കുന്ന പല അനാചാരങ്ങളെ ഇതിനകത്ത് കടന്നു കൂടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ തള്ളിക്കളയണം, കളഞ്ഞാലേ പറ്റുള്ളൂ. എന്നിട്ട് ശുദ്ധമായ ശാസ്ത്രം കയ്യിലെടുത്ത് നോക്കണം. അപ്പോഴാണ് നമ്മളൊരു പുതിയ ലോകത്തിൽ പോയി എത്തുന്നത്. ഇതൊക്കെ ശരിയാവുന്നല്ലോ എന്നുള്ളത് നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ഈ ജ്യോതിഷം തെറ്റാണ് എന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ പോയി ജ്യോതിഷത്തിൽ അകപ്പെട്ട ആളാണ്. ഇത് വെറുതെ മനുഷ്യനെ അതിന്റെ പ്രവർത്തനശേഷി ഇല്ലാതാക്കാനും അങ്ങനെയുള്ളൊരു കാര്യമാണ്. എന്തെങ്കിലും ഒരു കാരണമുണ്ട്, എനിക്കെന്തോ അനുഭവിച്ചു, അതിന് ഇന്നതാണ് ദോഷം എന്ന് അയൽവക്കത്തുകാരനെ പഴിക്കുന്ന ഒരു ഇതുണ്ടാക്കി വിടാനാണ്, നമ്മുടെ കയ്യിരിപ്പ് കൊണ്ടാണ് എന്നുള്ളത് മറന്നിട്ട്. അങ്ങനെ എന്നിട്ട് ജ്യോതിഷപ്രകാരം നോക്കിയപ്പോഴേ വളരെ അത്ഭുതം എനിക്ക് തോന്നി. ജ്യോതിഷം പഠിച്ചതിന് ശേഷം ജാതകം എടുത്ത് നോക്കിയപ്പോഴാണ് എക്സാക്റ്റ് ആയിട്ട് ഇത് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അങ്ങനെയുള്ള ബന്ധത്തിലാണ് കാണുന്നത്. ഒരു കാരണം ഈ ശനി തന്നെയാണ്. ശനി, അതുകൊണ്ട് ശനി വളരെ പ്രസാദിച്ചിരിക്കുക നല്ല സ്ഥാനത്തും. ശനിയുടെ കാലത്താണ് ഞാനിത് പഠിച്ചത്. തീരെ അപ്രതീക്ഷിതമായിട്ട്. നേരത്തെ പറഞ്ഞില്ലേ, ദിഗ്ബലം ഉള്ള ഗ്രഹം കൂടിയാണ്. അപ്പോൾ പുതിയൊരു മാർഗത്തിൽ സഞ്ചരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്നും ജ്യോതിഷം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമെന്നും. ആ നിയമങ്ങളിൽ നിന്ന്, അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിയമപ്രകാരം ഞാൻ എല്ലാം നോക്കുന്നത്. ആ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം എനിക്ക് ജ്യോതിഷത്തിൽ സത്യം കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ ഗ്രന്ഥങ്ങളിൽ കാണാത്ത പലതും നമുക്ക് കാണാം. അത് ഓരോ നിമിഷം കഴിയുന്തോറും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുക. അത് ആ അനുഭവം ഞാനത് മറ്റുള്ളവർക്ക് കൊടുത്തില്ലെങ്കിൽ പാപമായിരിക്കും എന്നാ പറയുന്നത്. നമ്മളിപ്പോൾ അതാ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ എന്താണ് കഴിഞ്ഞ വർഷം ഇരുന്നിട്ടുള്ളവർക്കറിയാം, അതുപോലെ അല്ലല്ലോ ഇക്കൊല്ലം എന്ന് പറയും. അത് ടീച്ചേഴ്സിനുള്ളൊരു ഗുണമാണ്. ടീച്ചേഴ്സിനുള്ളൊരു ദോഷം, ഒരു സ്റ്റിപ്പുലേറ്റഡ് ഇത് വെച്ചോണ്ടിരിക്കരുത്, കയ്യും വീശിപ്പോണം. അങ്ങനെയാണ്. ഇതിന് മാത്രമല്ല, ഏത് ശാസ്ത്രം പഠിപ്പിക്കുമ്പോഴും അങ്ങനെയാണ് പോകേണ്ടത്. പോയി കഴിഞ്ഞാൽ നമ്മൾ സ്വയം മനസ്സിൽ കൂടി ഉണ്ടാക്കി അങ്ങ് കൊടുക്കും. അപ്പോഴാണ് അതിന് ഫലവത്തായിത്തീരുന്നത്. കെമിസ്ട്രിയിലും അതെ, ആസ്ട്രോളജിയിലും അതെ. നാളത്തെ ആൾ ഇതിനേക്കാൾ ഗംഭീരമാവും. ഇങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കും.
അതാണ് പുരോഗതി. അങ്ങനെയാണ് ഒരു വിഷയം ശാസ്ത്രം പുരോഗമിക്കുന്നത്. ആ ശാസ്ത്രീയത അടിസ്ഥാനമായിട്ട് കിട്ടി. അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് എനിക്കിത് കിട്ടിയത്. മറിച്ചായിരുന്നെങ്കിലോ ദോഷമായിരുന്നു. പുസ്തകത്തിന്റെ കാര്യം നമുക്ക് നാളെ പറയാൻ വിചാരിച്ചിട്ടാണ്.